പണ്ടൊക്കെ ചായക്കടകളിലൊക്കെ കിട്ടിയിരുന്ന മടക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല ലെയറോട് കൂടിയിട്ടുള്ള ഇങ്ങനെ പഞ്ചസാരയുടെ ആ ഒരു ചെറിയ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയൊരു കോട്ടിംഗ് ഒക്കെ ഉള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മടക്ക് നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ഇപ്പോൾ അധികം കടകളിൽ, അതായത് നമ്മുടെ ഈ ഒരു റോഡ് സൈഡിൽ ഉണ്ടാകുന്ന സ്നാക്സിൻ്റെ കടകളിലൊന്നും ഇങ്ങനത്തെ മടക്കൊന്നും ഉണ്ടാവില്ല അല്ലേ. പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് നമ്മുടെ ആ ഒരു ചായക്കടകളിലൊക്കെ പലഹാരമായിട്ട് ഉണ്ടായിരുന്ന ഒരു സാധനമാണ് ഈ ഒരു മടക്ക്. അപ്പോൾ നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് മൈദ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കളറിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഫുഡ് കളറാണെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കളർ തന്നെ കിട്ടും കേട്ടോ, നല്ല മഞ്ഞ കളറ്. ഇത് അത്രയ്ക്ക് അങ്ങ് കളറില്ലെങ്കിലും പക്ഷേ നമുക്ക് ആ ഒരു മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് ഒന്നും വരില്ല. അപ്പോൾ എന്തായാലും ചെറിയൊരു മഞ്ഞ കളറൊക്കെ ഉണ്ടാവും. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മൈദയുടെ എല്ലാ ഭാഗത്തും ഈ ഒരു സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, വെള്ളം ഒരിക്കലും കൂടി പോകരുത്. കാരണം കുറച്ച് നല്ല ടൈറ്റ് ആയിട്ടുള്ള മാവാണ് നമുക്കിതിലേക്ക് വേണ്ടത്. അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടൊക്കെ ഇത് കുഴച്ചെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളമൊക്കെ കൂടി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ നല്ല ടൈറ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒട്ടുന്ന പരുവത്തിലൊന്നും അല്ലാത്ത രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക കേട്ടോ. ഇതിപ്പോൾ കയ്യിലൊന്നും നമുക്ക് ഒട്ടിപ്പിടിക്കുന്നില്ല, ആ ഒരു രീതിയിൽ അത്രയും ടൈറ്റായിട്ടാണ് ഞാനിത് കുഴച്ചെടുത്തിട്ടുള്ളത്. എന്നാൽ മാവ് നമുക്ക് പരത്താനൊക്കെ പറ്റുന്ന ആ ഒരു സോഫ്റ്റാണ് കേട്ടോ. നന്നായിട്ടൊന്ന് അങ്ങ് കുഴച്ചെടുത്താൽ മതി, ഒരുപാട് വെള്ളമൊന്നും കൂടാതെ. ഇനി നമുക്കിത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം. 10 മിനിറ്റിന് ശേഷം പിന്നെ നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മൈദയോ അരിപ്പൊടിയോ ഏതെങ്കിലും ഒന്നിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ മാവ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല തിന്നായിട്ട് വേണം കേട്ടോ പരത്തിയെടുക്കാൻ. എത്രത്തോളം നമുക്ക് കട്ടി കുറച്ചിട്ട് പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം കട്ടി കുറച്ചിട്ട് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കാം. ഇനി ഒരു ബൗളിൽ ഞാനൊരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിയിൽ ആയി കിട്ടുന്നത് വരെ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ, ചെറിയൊരു പേസ്റ്റ് പരുവത്തിൽ. എന്നിട്ട് നമ്മൾ ഈ ഒരു പരത്തി എടുത്തിട്ടുള്ളതിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് നമ്മുടെ ഈ ഒരു എണ്ണയും അതുപോലെ മൈദയും കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു പേസ്റ്റ് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് അങ്ങ് മടക്കിയെടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു മൈദയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, മൈദയും എണ്ണയും ചേർന്നിട്ടുള്ള ഈ ഒരു പേസ്റ്റ് വീണ്ടും ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മടക്കി കൊടുക്കുക. പിന്നെ വീണ്ടും ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും മടക്കി കൊടുക്കുക. അങ്ങനെ ഇതുപോലെ ആയി വരുന്നത് വരെ, ഈ ഒരു തിക്നെസ്സിൽ ഈ ഒരു വണ്ണത്തിൽ ആയി വരുന്നത് വരെ ഇതുപോലെ അങ്ങ് മടക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ചെറിയ ഓരോ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കാം. ഇനി ഓരോ പീസും എടുത്തിട്ട് മൈദയോ അരിപ്പൊടിയോ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കുക. നീളത്തിൽ വേണം കേട്ടോ പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്, ഇതുപോലെ നീളത്തിൽ അങ്ങ് പരത്തിയെടുക്കാം. ഇനി നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. ഓയിലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതൊന്ന് പൊങ്ങി വരും. കുറച്ചൊന്നും ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്ത് തീ കുറച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് ഒരു സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് അങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഫ്രൈ ചെയ്തെടുക്കരുത് കേട്ടോ, അപ്പോൾ ഉൾഭാഗമൊന്നും ക്രിസ്പി ആയിട്ട് കിട്ടില്ല. സാവധാനം തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് എടുക്കാം. ഫ്രൈ ചെയ്ത മടക്കെല്ലാം ഇതുപോലെ ചെരിച്ച് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. ഒരു ടിഷ്യൂവിൽ എന്തിനേലും കുറച്ച് നേരം ഒന്ന് ചെരിച്ച് വെക്കുക, എന്നാൽ അതിൻ്റെ ഉള്ളിൽ ഉള്ള എണ്ണയ്ക്കൊന്ന് ഇറങ്ങിപ്പോയിക്കോളും. ഇനി ഒരു 1/2 കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പഞ്ചസാരയെല്ലാം മെൽറ്റായിട്ട് ഒന്ന് തിക്കായിട്ട് വരണം കേട്ടോ. ഒറ്റനൂൽ പരുവത്തിൽ നിന്നും കുറച്ചും കൂടെ ഒന്നും കൂടെ തിക്കാക്കി എടുക്കുക. ഒറ്റനൂൽ പരുവത്തിലായി കഴിഞ്ഞാൽ ഇതങ്ങനെ കട്ട പിടിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പണ്ടൊക്കെ ചായക്കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു മടക്കിൻ്റെ മുകളിൽ പഞ്ചസാരയുടെ ഇങ്ങനെ ചെറിയൊരു കട്ടകളൊക്കെ ആയിട്ടുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ആ ഒരു രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒറ്റനൂൽ പരുവത്തിൽ നിന്നും കുറച്ചും കൂടെ ഒന്നങ്ങോട്ട് തിക്കാക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആക്കിയെടുത്താൽ മതി. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മടക്കിൻ്റെ മുകളിലൂടെ ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം.
നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഒന്നിച്ച് കോട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ. പക്ഷേ കോട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു പഴയ സ്റ്റൈൽ കിട്ടില്ല. നമ്മൾ അന്നൊക്കെ കിട്ടിയിരുന്ന മടക്കിൽ എല്ലായിടത്തൊന്നും ഷുഗർ ഉണ്ടാവില്ല, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങുന്ന ആ ഒരു ലെയറിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇറങ്ങുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തണുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊക്കെ ചെറുതായിട്ടൊരു കട്ടയായിട്ടൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ചായക്കട സ്റ്റൈലിലുള്ള നല്ല ലെയറോട് കൂടിയിട്ടുള്ള മടക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജൊന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്